അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രവാചകനും സഹാബാക്കളും ഒന്നിച്ച് നിൽക്കുമ്പോൾ അതിലൂടെ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോയി. ആളുകളെല്ലാം സഹാബാക്കളെല്ലാം മയ്യത്തിനെ കുറിച്ച് നല്ലത് സംസാരിക്കാൻ തുടങ്ങി. പ്രവാചകൻ പറഞ്ഞു വജബത്ത്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഇതുപോലെ മറ്റൊരു മയ്യത്തുമായി ആളുകൾ പോയപ്പോൾ അവിടെയുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ മോശ സ്വഭാവത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു. പ്രവാചകൻ അപ്പോഴും പറഞ്ഞു വജബത്ത്. സഹാബാക്കൾ ചോദിച്ചു, റസൂലുള്ളാഹ്, രണ്ട് സമയങ്ങൾ നിങ്ങൾ ഒരേ പ്രയോഗത്തിന് നടത്തിയല്ലോ, എന്താണ് അതിന്റെ അർത്ഥം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ അസ്നൈതും അലൈഹി ഖൈറൻ ഫവജബതു ലഹു അൽ ജന്ന. ആദ്യത്തെ ആളെ കുറിച്ച് നിങ്ങൾ നല്ലത് പറഞ്ഞില്ലേ, അയാൾക്ക് സ്വർഗം നിർബന്ധമായി. രണ്ടാമത്തെ ആളെ കുറിച്ച് നിങ്ങൾ മോശം പറഞ്ഞില്ലേ, അയാൾക്ക് നരകവും നിർബന്ധമായി. നമ്മൾ ആലോചിക്കേണ്ടത്, ആരാധനകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ മക്കൾ, നമ്മുടെ അയൽവാസികൾ നമ്മളെക്കുറിച്ച്, നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. എന്നാൽ ആരാധനകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അയൽവാസികൾക്ക്, കുടുംബങ്ങൾക്ക്, കൂട്ടുകാർക്ക്, ചങ്ങാതിമാർക്ക്, കുടുംബജീവിതത്തിൽ മാതാപിതാക്കൾക്ക് ഷർറ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഉപദ്രവം ചെയ്യുന്നുണ്ടെങ്കിൽ, നാവ് കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും നമ്മളിൽ നിന്ന് അവർക്ക് ഉപദ്രവമാണ് എങ്കിൽ ആരാധനകൾ പോലും തടയപ്പെടും. അതുകൊണ്ടാണ് റമദാനിൽ നാവ് നിയന്ത്രിക്കാത്തവന് നോമ്പില്ല എന്ന് പ്രവാചകൻ പറഞ്ഞത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.